ജനുവരി 22-ന് നടക്കുന്ന അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ നേതാക്കൾ പങ്കെടുക്കുന്നില്ലെന്ന കോൺഗ്രസ് നിലപാട് തള്ളി ഹിമാചൽ പ്രദേശ് മന്ത്രി വിക്രമാദിത്യ സിംഗ്. പുത്രധർമ്മം പാലിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷ പ്രതിഭ സിംഗിന്റെയും മകനായ വിക്രമാദിത്യ സിംഗ് രംഗത്ത് വന്നത്. ഹൈക്കമാൻഡ് തീരുമാനം തള്ളിക്കൊണ്ടാണ് വിക്രമാദിത്യ രംഗത്തെത്തിയത്. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സുഖീന്ദർ സിംഗ് സുഖു മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയാണ് വിക്രമാദിത്യ സിംഗ്. ഞാൻ എന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. രാഷ്ട്രീയക്കാരനെന്ന നിലയിലല്ല, കടുത്ത രാമഭക്തനായ മരിച്ചുപോയ വീരഭദ്ര സിംഗിന്റെ മകൻ എന്ന നിലയിലാണ് ഞാൻ അയോധ്യയിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിന്റെ മകൻ എന്ന നിലയിൽ എന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണത്. എനിക്ക് എങ്ങനെയാണ് പുത്രധർമ്മം പാലിക്കാതിരിക്കാൻ കഴിയുക? വിക്രമാദിത്യ സിംഗ് ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു. ഉദ്ഘാടനത്തിന് ക്ഷണം ഞാനെന്ന വ്യക്തിക്കല്ല ലഭിച്ചത്. മരിച്ചുപോയ അച്ഛനോടുള്ള ആദരം കൂടിയാണിത്. അദ്ദേഹം രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിരുന്നു. RSSന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും BJPയുടെയും ഹിന്ദു രാഷ്ട്ര പ്രത്യയശാസ്ത്രത്തെയും എതിർക്കുന്നു. അവരുടെ വിഭജന രാഷ്ട്രീയത്തിൽ നിന്നും താൻ എതിരാണ്. കോൺഗ്രസിൽ പ്രത്യയശാസ്ത്രത്തോട് കൂറുള്ള അച്ചടക്കമുള്ള പ്രവർത്തകനാണ് അദ്ദേഹം വ്യക്തമാക്കി. അയോധ്യയിൽ പോകാൻ തനിക്ക് ക്ഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. AICC നിലപാട് തള്ളി ഗുജറാത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റും രംഗത്തെത്തി. ഹൈക്കമാൻഡിന്റെ തീരുമാനം തന്നെ പോലുള്ള നിരവധി പ്രവർത്തകരെ നിരാശരാക്കിയെന്ന് അംബരീഷ് ദർ എക്സിൽ കുറിച്ചു. രാജ്യത്താകമാനമുള്ള നിരവധി ഭക്തരുടെ ആരാധനാ ദൈവമാണ് ശ്രീരാമൻ. അതിനാൽ അവരുടെ വികാരവുമായി പുതിയതായി നിർമ്മിക്കപ്പെട്ട രാമക്ഷേത്രം ചേർന്നു നിൽക്കുന്നു. ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് കോൺഗ്രസിലെ ചില ആളുകൾ വിട്ടുനിൽക്കണം. വിശ്വാസികളുടെ വികാരത്തെ മാനിക്കാൻ തയ്യാറാകണമെന്നും AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശിന്റെ പത്രക്കുറിപ്പ് പങ്കുവച്ചുകൊണ്ട് ദർ ആവശ്യപ്പെട്ടു. അതേസമയം കോൺഗ്രസിന് രാമണ മനോഭാവമെന്ന വിമർശനമാണ് BJP ഉയർത്തുന്നത്. ഇതിനെ ചെറുക്കാനും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസ് സ്വീകരിച്ചത് മതേതരത്വത്തിലൂന്നിയ നിലപാടാണെന്നും സംസ്ഥാനങ്ങളിൽ പൂജകളിലോ ചടങ്ങുകളിലോ പാർട്ടി നേതാക്കൾ പങ്കുചേരുന്നത് എതിർക്കില്ല. അയോധ്യയിലെ ക്ഷേത്രത്തോടെ എതിർപ്പില്ലെന്നും AICC നേതൃത്വം വിശദീകരിക്കുന്നു. ഇതിലൂടെ തന്നെ BJP പ്രചരണത്തെ നേരിടാനാണ് നീക്കം. സംസ്ഥാനതല നേതാക്കളെ പ്രതിഷ്ഠാ ചടങ്ങിന് പോകാൻ അനുവദിക്കുമെന്നും സൂചനയുണ്ട്. കേരളത്തിലെ വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയുണ്ടാകാതിരിക്കാനാണ് അയോധ്യ ചടങ്ങ് കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നതെന്നാണ് BJP പറഞ്ഞുവെക്കുന്നത്. അയോധ്യയിൽ RSS പരിപാടിയെ ആണ് എതിർക്കുന്നതെന്നാണ് കോൺഗ്രസ് വിശദീകരണം. തങ്ങളെപ്പോലെ ചടങ്ങിനെ എതിർക്കുന്ന ശങ്കരാചാര്യന്മാരും ഹിന്ദു വിരുദ്ധരാണോ എന്ന് ചോദിച്ച AICC നേതാക്കൾ പാർട്ടിയിൽ പരസ്യതർക്കം വേണ്ടെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ ഗുജറാത്തിലെ പാർട്ടി നേതാവ് അർജുൻ മേഘ്വാഡിയ പാർട്ടി തീരുമാനം ചോദ്യം ചെയ്ത് പ്രസ്താവനയിറക്കി. ഇങ്ങനെ പല നേതാക്കളും അയോധ്യയിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. ന്യൂനപക്ഷ പ്രീണനം കോൺഗ്രസിന് ഗുണം ചെയ്യില്ലെന്നാണ് അവരുടെ നിലപാട്.